കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ബെഡ്റൂം പ്ലസ് സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ ഒരു ടൂർ വീഡിയോ ചെയ്തിരുന്നത്. കണ്ടവർക്ക് അറിയാൻ സാധിക്കുമായിരിക്കും. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ പറയുണ്ടായി, ഞാൻ ഈ ഡെസ്കിൻ്റെ ഈ ഒരു ഭാഗം കാണിച്ച സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് എൻ്റെ വർക്കുകളൊക്കെ ചെയ്യൽ. ആ ഒരു ചെയർ വരുന്ന ഒരു ഓഫീസ് ചെയർ ആണെന്നും ഭാവിയിൽ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഒന്ന് ഗെയിമിംഗ് ചെയറിലേക്കൊക്കെ മാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതങ്ങ് പറഞ്ഞതോടുകൂടി ഇതാ കിടക്കുന്ന കമൻസ്. എന്തായാലും അത് മാറ്റണം, ഗെയിമിംഗ് ചെയർ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്, ഗെയിമിംഗ് ചെയർ ആണ് കുറച്ചുകൂടെ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്തപ്പോൾ ഒന്നും നോക്കിയില്ല. ആഡ്കോമിൻ്റെ വെബ്സൈറ്റിൽ അങ്ങ് കയറിയിട്ട് ഒരു ഗെയിമിംഗ് ചെയർ അങ്ങ് ബുക്ക് ചെയ്തു. അത് ശരി. അപ്പൊ എന്നോട് പറയാതെ പുതിയ ചെയറൊക്കെ ബുക്ക് ചെയ്തല്ലേ? കുറച്ചെങ്കിലും ഒരു നന്ദി വേണ്ടേ? ഇത്രയും കാലം കൂടെ നടന്നില്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഓക്കെ, ബൈ ബൈ. അല്ല, സംഭവം ഇവിടെ ഗെയിമിംഗ് ചെയർ പുതിയത്. അവന്റെ ഒരു പുതിയ ചെയർ ഒന്ന് പോടേ, ഒന്ന് തോന്നരുത്. അപ്പം അങ്ങനെ സാധനമൊക്കെ ഓർഡർ ചെയ്ത് സാധനം ഇവിടെ ഡെലിവറി ആയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ചെയർ ബുക്ക് ചെയ്തിട്ട് എന്താ ഇതൊരു വലിയൊരു ബോക്സ് എന്ന് നോക്കുമ്പോഴാണ് ഈ ചെയർ ഈ മറ്റേ ഇറച്ചിയൊക്കെ പീസായിട്ട് വെക്കില്ലേ, അതേപോലെ പീസായിട്ട് ഈ ഒരു പെട്ടിയുടെ ഉള്ളിലായിട്ട് നിറച്ച് വെച്ചേക്കാണ്. ഇനി നമ്മൾ തന്നെ ഇത് കഷ്ടപ്പെട്ട് സ്ക്രൂ ഒക്കെ ചെയ്ത് ഒരു ചെയർ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ പെട്ടി പൊളിച്ചിട്ട് എന്തൊക്കെയുള്ളത് എന്ന് നോക്കാം. യെസ്, ഭയങ്കര സേഫ്റ്റിയിലാട്ടെ ഈ സാധനം അയച്ചത്. ഇത് പിന്നെ ആഡ്കോമിൻ്റെ എല്ലാ പ്രോഡക്റ്റിലും ഉള്ളതാണ്. കുറച്ച് സ്റ്റിക്കേഴ്സ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും വെയിറ്റ് താങ്ങുന്ന ആ ഒരു സംഭവം, വീൽസ്, യെസ്. ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ മെയിൻ സാധനം സ്ക്രൂസ് ഉണ്ട്, എലൻ കീ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാത്തിനും നമ്പറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബോക്സിലൊന്നുള്ള കളേ അടിപൊളി, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അടിപൊളിയല്ലേ? നിൽക്കട്ടെ, ആയി വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നോ? സാധാരണ നമ്മൾ ഏത് അൺബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ യൂസർ മാനുവലും അതിലുള്ള പേപ്പേഴ്സൊക്കെ വലിച്ചെറിയാറാണ് പതിവില്ലേ, ഒരു യൂസ് ഉണ്ടാവാറില്ല. പക്ഷേ ഇത് മസ്റ്റാണ് ബൈ. ഇതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യണം, എവിടേക്ക് സ്ക്രൂ ചെയ്യണം, എല്ലാ സംഭവം ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കുഷൻ, ആഹാ അടിപൊളി. നമ്മുടെ ഇരിപ്പിടം ഇങ്ങനെയല്ല, ഇങ്ങനെ. അത്യാവശ്യം നല്ല സ്പേസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പണി ആരംഭിക്കാം. കുറച്ച് ടൈം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇതൊക്കെ ചെയ്തു വരണം. അപ്പോൾ ഈ ലിസ്റ്റ് മസ്റ്റാണ്. ഇതിൽ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അതേപോലെ അങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനഘട്ട ബോട്ടെടുപ്പിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ചെയർ? കാണാനൊക്കെ അടിപൊളിയാണല്ലേ? ഇതേപോലെ തന്നെ നല്ല ഇരിക്കാനും നല്ല സുഖമുണ്ട്, നല്ല കംഫേർട്ടാണ്, നല്ല അടിപൊളിയാണ് എന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇത് ബിൽഡ് ചെയ്തിട്ടേ ഉള്ളൂ. കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ദിവസം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം.
യെസ്, അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ ഒരു ദിവസം ധാരാളമാണ്. കാരണം അത്രയും സമയം നമ്മൾ ഈ ഒരു ചെയറിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഫീസ് ചെയറിൽ നിന്ന് ഇതിലേക്ക് അങ്ങ് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല. കാരണം അത്രയും സുഖമാണ്. പ്രധാനമായിട്ട് പറയേണ്ടത് ഈ ഒരു ഹാൻഡ് റെസ്റ്റും പിന്നെ ഈ ഒരു ലംബർ സപ്പോർട്ടുമാണ്. കാരണം അത്രയും നമ്മൾ ആ ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഫുൾ സപ്പോർട്ട്, നമ്മൾ ആരോ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലാണ് ഇതിൽ വരുന്നത്. ഡിസൈനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എത്രത്തോളം വൃത്തിയിൽ അവർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഡിസൈൻ നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നമ്മുടെ സ്റ്റുഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലും എൻ്റെ ഫേവറേറ്റ് കളറും കൂടെ ആയതുകൊണ്ടാണ് ആ ഒരു കളർ വാങ്ങിച്ചിട്ടുള്ളത്. ഇതേപോലെ ഇനി ബ്ലാക്ക് ആൻഡ് റെഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുള്ളി ഒരു ബ്ലാക്ക് ഉള്ള ചെയേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നല്ല ഹെവി ഡ്യൂട്ടി നൈലോൺ ബേസ് ആണ് ഇവിടെ നമ്മൾ ഇരിക്കുന്നതിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഏകദേശം 180 കിലോഗ്രാം വരെ ഇതിന് വെയിറ്റ് താങ്ങും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ താഴെ ഇട്ടിരിക്കുന്ന ക്ലോത്ത് ടൈപ്പ് ഉള്ള ഒരു കാർപ്പറ്റ് ആണ്. അതിൽ തന്നെ കണ്ടില്ല ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല ഒഴുകി പോകുന്നുണ്ട്. ഇതിൽ മറ്റേ ഓഫീസ് ചെയർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെക്ക് ആയിട്ടായത് പോരുന്നത്. ഇതിൽ 360 വീലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും പെട്ടെന്ന് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒഴുകി പൊക്കോളും. ഇതിന് ഹെഡ് റെസ്റ്റ് പില്ലോയും ലെമ്പർ പില്ലോയും കൊടുത്തത് കൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾ ഓവർ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ നടുവേദന അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സമയമൊക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ്. അത് ഗെയിമിങ്ങിനായാലും അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസ് വർക്കായാലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അത് ഡിഫറൻസ് സാധാരണ ഒരു ചെയർ യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇതിലിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീൽ കിട്ടാനും നല്ലൊരു എയർ ഫ്ലോ കിട്ടാനും വേണ്ടിയിട്ട് അവർ ബ്രീത്തബിൾ പ്രീമിയം സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല എയർ ഫ്ലോ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഫീലിംഗ്, ഒരു സുഖമൊക്കെ ഉണ്ടാവും. കാണാൻ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ അവർ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് 90 ഡിഗ്രി തൊട്ട് 180 ഡിഗ്രി വരെ നമുക്ക് ഈ ഒരു ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 90 ഡിഗ്രി വർക്കിംഗ് മോഡും 120 ഡിഗ്രി ഗെയിമിംഗ് മോഡും അതേപോലെ തന്നെ 150 ഡിഗ്രി റീഡിംഗ് മോഡും 180 ഡിഗ്രി റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനുമായിട്ട് അങ്ങനെ 4 തരത്തിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഹാം റെസ്റ്റിനെ നമുക്ക് പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റത്തേതാണ് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട്, അതേപോലെ തന്നെ ബാക്കോട്ട് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ഹിഡൻ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിനൊക്കെ അനുസരിച്ച് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുക, അങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഹാംറെസ്റ്റിൻ്റെ ഇവിടെ ആയിട്ട് നമ്മളൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണമെങ്കിൽ ഹൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ സെറ്റപ്പ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമുക്ക് താഴ്ത്തി വെക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെസ്കിനനുസരിച്ച് നമുക്കിത് മൂവ് ചെയ്യാനും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സെറ്റപ്പ് ചെയ്യാനും സാധിക്കും. ഗെയിമിംഗ് ചെയറൊക്കെ ആകുമ്പോൾ ഹൈറ്റ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 125 സെൻറ്റിമീറ്റർ തൊട്ട് 135 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക, പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3 years വാറണ്ടിയും കമ്പനി ഇതിന് നൽകുന്നുണ്ട്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെയറിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സും പിന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും പിന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു നല്ലൊരു ചെയർ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ഓഫീസ് ചെയറിൽ നിന്ന് ഒരു ഗെയിമിംഗ് ചെയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ചെയർ ആണ്. നിങ്ങൾ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡോബിക്സ് 15 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ തന്നെ ഓൾറെഡി അതിൽ നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും വാങ്ങിച്ചത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു കോഡും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും 15% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ക്യാഷ് കുറച്ചിട്ട് നല്ലൊരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് നല്ലൊരു ചെയർ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും ഗെയിം കളിക്കുന്നവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദീർഘമായിട്ട് ഇതേപോലെ ചെയറിലൊക്കെ ഇരുന്ന് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.